ഇപ്പോൾ NGO യൂണിയൻ നേതാക്കളുമായി വെബിനാറിൽ സംസാരിക്കുകയാണ്. തത്സമയം നേരിടുന്ന ഈ ഘട്ടത്തിൽ കഴിഞ്ഞ തവണ സർവതല സ്പർശിയും സാമൂഹ്യനീതി അധിഷ്ഠിതവുമായ വികസനമാണ് നാം ലക്ഷ്യമിട്ടത്. കേരളം ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ പ്രളയം നേരിട്ടപ്പോൾ നാടിൻ്റെ പല ഭാഗങ്ങളും തകർന്നൊരു ഘട്ടത്തിൽ അത് പുനഃസൃഷ്ടിക്കുകയല്ല, പണ്ടുണ്ടായത് അതേപോലെ പുനഃസൃഷ്ടിക്കുകയല്ല, ഒരു നവകേരളം നമുക്ക് സൃഷ്ടിക്കാനാവണം എന്നിടത്തേക്ക് LDF ഗവൺമെൻറ് മാറി. ഇപ്പോൾ ആ നവകേരള നിർമ്മിതിയുടെ പുതിയൊരു ഘട്ടത്തിലേക്കാണ് നാം കടക്കുന്നത്. അടിസ്ഥാന സൗകര്യ മേഖലയിൽ കഴിഞ്ഞ സർക്കാരുണ്ടാക്കിയ മുന്നേറ്റം അത് പ്രത്യേകം പറയേണ്ടതില്ല. അതിൻ്റെ അടിത്തറയിൽ കാലാനുസൃതമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക, സ്ഥായിയായ ഒരു വികസന മാതൃക യാഥാർത്ഥ്യമാക്കുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. വികസനവും ക്ഷേമവുമാണ് ജനങ്ങളെ ഏറ്റവും അധികം ബാധിക്കുന്ന പ്രശ്നങ്ങൾ. സമാധാനവും സ്വൈര്യ ജീവിതവുമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പാവപ്പെട്ടവർക്കുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്. അതോടൊപ്പം നമ്മുടെ ഭാവി തലമുറ ആഗ്രഹിക്കുന്ന ആധുനിക തൊഴിലവസരങ്ങൾ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെടണം. അതിനായി കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമായി രൂപപ്പെടുത്തണം. അതിനുതകുന്ന തരത്തിലുള്ള വികസന മാതൃകകൾ സഫലമാകുന്ന നാടായി കേരളത്തെ പരിവർത്തിക്കണം. ഇവ ഉറപ്പുവരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അടുത്ത 5 വർഷം കൊണ്ട് ആധുനികവും ഉയർന്ന തൊഴിൽ ശേഷിയുള്ളതുമായ ഉൽപ്പാദനപരമായ ഒരു സമ്പദ്ഘടന ഇവിടെ സൃഷ്ടിക്കാനാവണം. അതിനുതകുന്ന വിധത്തിൽ കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ വിജ്ഞാന സമ്പദ്ഘടനയായി പുതുക്കി പണിയുന്നതിന് കൃത്യമായൊരു പരിപാടിയാണ് ഇക്കുറി കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസത്തെയും ഭക്ഷണത്തെയും ആരോഗ്യത്തെയും ഇവയോടെല്ലാം ഒപ്പം അടിസ്ഥാന സൗകര്യങ്ങളെയും വ്യവസായങ്ങളെയും വിവര സാങ്കേതിക വിദ്യയെയും സമഗ്രമായി ഉൾക്കൊള്ളുന്ന തരത്തിൽ അടുത്ത 25 വർഷം കൊണ്ട് കേരളത്തിൻ്റെ ജീവിത നിലവാരം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വികസിത മധ്യ വരുമാന രാഷ്ട്രങ്ങൾക്ക് സമാനമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള കൃത്യമായൊരു മാർഗരേഖയായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക ജനങ്ങൾ സ്വീകരിച്ചത്. കഴിഞ്ഞ തവണ 600 കാര്യങ്ങളാണ് പ്രകടന പത്രികയിലുണ്ടായിരുന്നത്.
ഇത്തവണ അത് 900 കാര്യങ്ങളാണ്. കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഇത്തവണയും അതെല്ലാം നടപ്പാക്കേണ്ടതുണ്ട്. അതിനാകട്ടെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും സിവിൽ സർവീസിലുള്ള മുഴുവൻ ജീവനക്കാരുടെയും പരിപൂർണ പിന്തുണ ഉണ്ടാകേണ്ടതുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന നവകേരളവും സിവിൽ സർവീസും എന്ന വിഷയം കൂടുതൽ പ്രസക്തമാകുന്നത്. രാജ്യത്തിനാകെ മാതൃകയായി കഴിഞ്ഞ LDF സർക്കാർ മുന്നോട്ട് വച്ച ഇടതുപക്ഷ ബദലുകൾ തുടർന്നും പോകേണ്ടതുണ്ട്. സുസംഘടിതവും കാര്യക്ഷമവുമായ സിവിൽ സർവീസ് അതിന് തികച്ചും അനിവാര്യമാണ്. കേരളത്തിൻ്റെ സമഗ്രമായ സാമൂഹ്യ പുരോഗതിക്ക് സിവിൽ സർവീസ് ചെറുതല്ലാത്ത സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേതുപോലെ ഇത്തവണയും സിവിൽ സർവീസിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കും സർക്കാർ മുന്നോട്ട് പോവുക. ഫലപ്രദവും കാര്യക്ഷമവുമായിരിക്കണം നമ്മുടെ സിവിൽ സർവീസ്. അക്കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാവാൻ കഴിയുന്ന ജീവനക്കാരാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സേവനങ്ങളെ കഴിയാവുന്നത്ര പ്രയോജനപ്പെടുത്താനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാവുമെന്ന് എനിക്കുറപ്പുണ്ട്. നാടിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ മുൻനിർത്തി കൈകോർക്കുന്നവരാണ് NGO യൂണിയനിൽ അണിനിരന്നിട്ടുള്ള അതിലെ അംഗങ്ങളാകെ. കഴിഞ്ഞ പ്രളയകാലത്തുൾപ്പെടെ നാം അത് കണ്ടതാണ്. അന്നത്തെ സാലറി ചാലഞ്ചിൽ മാതൃകാപരമായ പങ്കാളിത്തമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. നിങ്ങളിൽ പലരും സ്വമേധയാ മുന്നോട്ട് വന്നത് അത്തരമൊരാശയം മുന്നോട്ട് വെക്കുന്നതിന് മുൻപായിരുന്നു. അവിടെയാണ് നിങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ പ്രത്യേകത നിലകൊള്ളുന്നത്. തുടർന്നുള്ള 5 വർഷവും നിങ്ങളുടെ ഔദ്യോഗിക പ്രവർത്തന മേഖലകളിൽ നാടിൻ്റെ താൽപ്പര്യം മുൻനിർത്തിയുള്ള ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് നവകേരളത്തിന് അടിത്തറ പാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ അടിത്തറയിലാണ് നാം പണിയേണ്ടത്. നവകേരളം നമുക്ക് യാഥാർത്ഥ്യമാക്കണം. അത് കേരളത്തിലെ ചെറുപ്പക്കാരെ, ഭാവി തലമുറയെ, നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ കൂടി കരുതിയുള്ള ഇടപെടലാണ്. നമ്മുടെ നാടിൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായുള്ള ആ പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ പാടില്ല. അതിൽ നിങ്ങളേവരുടെയും പൂർണ്ണമായ സഹകരണം ഉണ്ടാവണമെന്ന് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കട്ടെ.
ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണലാണ്. അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണം. അവർക്ക് സമാധാനത്തോടെ ജീവിക്കാനാവണം. അത് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. ഉദ്യോഗസ്ഥർ വലിയ സുഖസൗകര്യങ്ങളിൽ മാത്രം കഴിയുന്നവരാണെന്ന ചിന്ത ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റി അവർ ജനങ്ങൾക്ക് വേണ്ടി കർമ്മനിരതരാണ് എന്ന ചിന്ത ഉണ്ടാക്കാൻ കഴിയണം. നികുതി പണത്തിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുന്നവരല്ല, മറിച്ച് കൃത്യമായി ജോലി ചെയ്തിട്ടാണ് ശമ്പളം പറ്റുന്നത് എന്ന തോന്നൽ ജീവനക്കാരെക്കുറിച്ച് പൊതുവേ ഉണ്ടാകണം. അതെല്ലാം നമ്മുടെ പ്രവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളാണ് സർക്കാർ സംവിധാനത്തിൻ്റെ ആകെ യജമാനന്മാർ. ആ യാഥാർത്ഥ്യം നാം എല്ലാവരും ഉൾക്കൊള്ളണം. അതുകൊണ്ട് തന്നെ ജനാഭിലാഷം നിറവേറ്റാൻ ഉത്തരവാദപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. സർക്കാരും ജീവനക്കാരും നാടിൻ്റെ മുന്നോട്ട് പോക്കിന് അനുഗുണമായ നിലയിൽ ഒന്നിച്ച് നീങ്ങുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം. ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അതാണ്. അത് നിറവേറ്റിക്കൊടുക്കാൻ നമുക്കാവണം. അതിന് സിവിൽ സർവീസിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അഴിമതി മുക്തവും മതനിരപേക്ഷവും സുതാര്യവുമായ സിവിൽ സർവീസ് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി കഴിഞ്ഞ സർക്കാർ ഒട്ടേറെ നടപടികൾ കൈക്കൊണ്ടു. സിവിൽ സർവീസിൻ്റെ മധ്യനിര മാനേജ്മെൻറ്റ് ശക്തിപ്പെടുത്തുന്നതിനായി KSS രൂപീകരിച്ചു. പുതിയ വകുപ്പുകളും അതേപോലെ തന്നെ ആവശ്യമായ തസ്തികകളും സൃഷ്ടിച്ചു. PSC വഴി റെക്കോർഡ് നിയമനങ്ങളാണ് കഴിഞ്ഞ തവണ നടന്നത്. പലതരം പ്രതിസന്ധികൾക്കിടയിലും ജീവനക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംരക്ഷിക്കുകയും അവ സമയബന്ധിതമായി അനുവദിക്കുകയും ചെയ്തു. കോവിഡ് പ്രതിസന്ധിയിൽ രാജ്യത്ത് പല സംസ്ഥാനങ്ങളും ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകളിൽ കൈവച്ചു. ആ ഘട്ടത്തിൽ കേരളം ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സമയബന്ധിതമായി നടപ്പാക്കുന്നതാണ് എല്ലാവരും കണ്ടത്. മാത്രമല്ല, ചരിത്രത്തിലാദ്യമായി മാറ്റിവെച്ച വേതനം സമയബന്ധിതമായി തിരികെ നൽകുന്നതിനും LDF സർക്കാർ തയ്യാറായി. ഇതാണ് ഇടതുപക്ഷ ജനകീയ ബദൽ. സിവിൽ സർവീസിനെ ക്ഷയിപ്പിച്ചാലേ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് സർക്കാർ സംവിധാനങ്ങളിൽ പിടിമുറുക്കാൻ കഴിയും. അതനുവദിക്കാതിരിക്കാനാണ് സിവിൽ സർവീസിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാനും അവരുടെ മനോവീര്യം കെടാതെ കാത്തു സൂക്ഷിക്കുന്നതിനും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ അതോടൊപ്പം തന്നെ ഏർപ്പെടുത്താനും സർക്കാർ തയ്യാറായത്. കഴിഞ്ഞ സർക്കാരിനെ പോലെ തന്നെ
ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും അനുകൂലമായ ഇത്തരം നിലപാടുകൾ തന്നെയായിരിക്കും ഈ സർക്കാരും പിന്തുടരുക എന്നാണ് സന്തോഷപൂർവ്വം ഈ ഘട്ടത്തിലും അറിയിക്കാനുള്ളത്. കഴിഞ്ഞ തവണ അധികാരത്തിൽ വരുമ്പോൾ സിവിൽ സർവീസിനെ ചൂഴ്ന്നു നിന്നിരുന്ന അഴിമതി അടക്കമുള്ള അനഭിലഷണീയ പ്രവണതകൾ ഇല്ലാതാക്കുക എന്തായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം. അത് വലിയൊരളവോളം നിറവേറ്റാനായി. എന്നാൽ വളരെ ചെറിയൊരു ന്യൂനപക്ഷം ഇപ്പോഴും സിവിൽ സർവീസ് മേഖലയുടെ ശോഭ കെടുത്തുന്ന പ്രവണതകളിൽ ഏർപ്പെടുന്നുണ്ട്. ചിലർക്ക് എന്തു വന്നാലും മാറില്ല എന്ന മനോഭാവമുണ്ട്. നാം കാണേണ്ടത് അഴിമതി എന്നത് അവിഹിതമായി പണം കൈപ്പറ്റൽ മാത്രമല്ല, ചിലർ നേരിട്ട് കൈക്കൂലിയോ പാരിതോഷികങ്ങളോ ഒന്നും കൈപ്പറ്റുന്നുണ്ടാവില്ല. പക്ഷേ സർക്കാർ ഫണ്ട് ചോർന്നു പോകുന്നതിനും അത് അനർഹമായ ഇടങ്ങളിൽ എത്തിച്ചേരുന്നതിനും മൂകസാക്ഷികളായി നിന്നുവെന്ന് വരും ചിലർ. ഇത് അഴിമതിയുടെ ഗണത്തിൽ തന്നെയാണ് പെടുക. സർക്കാർ ജീവനക്കാരുമായി വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സർക്കാർ ജീവനക്കാർ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നുള്ള ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ സർക്കാർ ജീവനക്കാർ പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വികസനവും ക്ഷേമവുമാണ് ഏറ്റവും പ്രധാനമെന്നും ഒപ്പം ജനാധിപത്യത്തിൽ ജനങ്ങളാണ് സർക്കാർ സംവിധാനങ്ങളുടെ ആകെ യജമാനെന്നും അദ്ദേഹം വെബിനാറിൽ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ചു പോന്ന ഒന്നാം പിണറായി സർക്കാർ സ്വീകരിച്ചു പോന്ന നയങ്ങളെല്ലാം തന്നെയായിരിക്കും ഇത്തരത്തിൽ ഇപ്പോഴും ഈ പുതിയ സർക്കാരും സ്വീകരിക്കുക എന്നും അദ്ദേഹം വെബിനാറിൽ സർക്കാർ ജീവനക്കാരോട് സംസാരിച്ചുകൊണ്ട് വ്യക്തമാക്കി. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം.